ശൈലജ ടീച്ചർ ഭൂരിപക്ഷത്തോടുകൂടി ജയിക്കും, ഉറപ്പാണ്. ശൈലജ ടീച്ചർ ജയിക്കും, തീർച്ചയായിട്ടും ജയിക്കും. ജയിക്കുമെന്നാണ് വിചാരിക്കുന്നത്. ഇപ്പം ഇടതുപക്ഷത്തിൻ്റെ ഭരണം, അതായത് ഇപ്പോൾ സ്കൂളുകൾ കംപ്ലീറ്റ് ഹൈടെക്കായി, പിന്നെ മറ്റുള്ള റോഡുകളുടെ ഹൈവേ നോക്കിയാൽ ബാക്കിയുള്ള പെൻഷൻ UDFകാർ 18 മാസം 20 മാസമൊക്കെ പെൻഷൻ കൊടുക്കാണ്ടില്ല, അത് 600 രൂപ. നന്മ ആര് ചെയ്യുന്നു അതിന് കൂടെ നിൽക്കണം. ഇന്ന് പ്രത്യക്ഷത്തിൽ കാണാനുള്ള ജബ്ബാർക്കടവ് പാലം, ഇരിട്ടിപ്പാലം തുടങ്ങിയിട്ടതെല്ലാം ശൈലജ ടീച്ചർ MLA ആയിരുന്നപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് ഈ പ്രാവശ്യം ജനങ്ങൾ ശൈലജ ടീച്ചറെ തന്നെ തിരഞ്ഞെടുക്കും എന്ന് തന്നെയാണ് ഉറപ്പാണ്. 90% സണ്ണി ജോസഫ് MLA ജയിക്കും, ഉറപ്പാണ്. എനിക്ക് 99.99 ടീച്ചർ ജയിക്കുന്നതാണ്. UDF എന്ത് വികസനമാണ് ഇവിടെ നമ്മൾ പിന്നെ യുവാക്കൾക്കായിക്കോട്ടെ അല്ലെങ്കിൽ നാടിന് വേണ്ടിയിട്ട് എന്ത് വികസനമാണ് ഇവിടെ UDF കൊണ്ടുവന്നതെന്നുള്ളത് ആർക്കും തൊട്ട് കാണിക്കാനോ അല്ലെങ്കിൽ ചൂണ്ടിക്കാണിക്കാനോ പറ്റാത്ത കാര്യങ്ങളാണ്. ഇപ്രാവശ്യം LDF വിജയിക്കും, ഉറപ്പാണ്. കാരണം 10 വർഷം കൊണ്ട് പിന്നെ സണ്ണി ജോസഫിന് ഇവിടെ ഇങ്ങനെ തേരാപ്പാര ഓടുന്നല്ലാണ്ട് ഒരു ജനകീയ പ്രവർത്തനവും നടത്തിയിട്ടില്ല. കളർ കണ്ടിട്ടോ എൻ്റെ തടി കണ്ടിട്ടോ എൻ്റെ മേന്മ കണ്ടിട്ടോ ഒന്നുമല്ല. ഉപകാരം ജനങ്ങൾക്ക് ആര് ചെയ്യുന്നോ അതായിരിക്കും ജയിക്കുക. എന്തായാലും പേരാവൂർ നിയോജക മണ്ഡലത്തിൽ ഇപ്രാവശ്യം ആര് വിജയിക്കും എന്നതിൽ അഭിപ്രായം കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇരിട്ടിയിലാണുള്ളത്. ഇരിട്ടിയിലെ ജനങ്ങളുടെ അഭിപ്രായം പ്രധാനപ്പെട്ടതാണ്. കാരണം പേരാവൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ഈ ഇരിട്ടി എന്ന് പറഞ്ഞാൽ. ആ ഇരിട്ടിയിൽ പൊതുജനങ്ങളുടെ അഭിപ്രായം നമുക്ക് അറിയേണ്ടതുണ്ട്. ഈ പേരാവൂർ മണ്ഡലത്തിൽ ഇപ്രാവശ്യം ആര് ജയിക്കുമെന്നുള്ളത് പൊതുജനങ്ങളോട് നമുക്ക് ചോദിക്കേണ്ടതുണ്ട്, ഇരിട്ടിയിലെ ജനങ്ങളോട് ചോദിക്കേണ്ടതുണ്ട്. എന്തായാലും പെട്ടെന്ന് തന്നെ നമുക്ക് ഇരിട്ടിയിലെ ജനങ്ങളോട് ചോദിച്ചിട്ട് പെട്ടെന്ന് തരാം. ഇപ്രാവശ്യം പേരാവൂർ മണ്ഡലം ആര് പിടിക്കും? പേരാവൂർ നിയോജകമണ്ഡലത്തിൽ ശൈലജ ടീച്ചർ നല്ല ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കും. പക്ഷേ പേരാവൂർ എന്ന് പറഞ്ഞാൽ UDFന്റെ സിറ്റിംഗ് സീറ്റായിട്ടാണ് കാണപ്പെടുന്നത്. അത് ഒരു വിഷയമായിട്ട് മാറും. അല്ല, പേരാവൂരിൽ നിന്ന് ശൈലജ ടീച്ചർ ജയിച്ചിട്ടുണ്ട്. ശൈലജ ടീച്ചറുടെ ജന്മനാടാണ്. പിന്നെ കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണം, അതുപോലെ തന്നെ ശൈലജ ടീച്ചർ MLA ആയിരുന്ന കാലഘട്ടത്തിൽ ഇവിടെ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, ഇന്ന് പ്രത്യക്ഷത്തിൽ കാണാനുള്ള ജബ്ബാർക്കടവ് പാലം, ഇരിട്ടിപ്പാലം തുടങ്ങിയിട്ടതെല്ലാം ശൈലജ ടീച്ചർ MLA ആയിരുന്നപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളതാണ്. ഈ സണ്ണി ജോസഫ് ഭരിക്കുന്ന സണ്ണി ജോസഫിൻ്റെ ഈ MLA ആയിരുന്ന കാലഘട്ടത്തിൽ എടുത്തു പറയത്തക്ക ഒരു വികസനവും ചൂണ്ടിക്കാണിക്കാൻ പേരാവൂരിനില്ല. തൊട്ടപ്പുറത്തുള്ള ഇരിക്കൂർ നിയോജകമണ്ഡലത്തിൽ ഭരിക്കുന്ന UDFൻ്റെ MLA ചെയ്തിടത്തോളം പോലും ഈ പേരാവൂർ ചെയ്തിട്ടില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. പേരാവൂർ നിയോജകമണ്ഡലത്തിലും മട്ടന്നൂർ നിയോജകമണ്ഡലത്തിലെയും വികസന പ്രവർത്തനങ്ങൾ താരതമ്യം ചെയ്താൽ ഈ നിലവിലുള്ള MLA ഈ മണ്ഡലത്തിന് വേണ്ടി, മണ്ഡലത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ഒരു മുൻകൈ എടുത്ത ഒരു വികസന പ്രവർത്തനം നടത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് ഈ പ്രാവശ്യം ജനങ്ങൾ ശൈലജ ടീച്ചറെ തന്നെ തിരഞ്ഞെടുക്കും എന്ന് തന്നെയാണ് ഉറപ്പാണ്. ആര് ജയിക്കുമെന്ന് വിചാരിക്കുന്നത്? സണ്ണി ജോസഫ് ജയിക്കുമെന്നാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ നല്ലൊരു മത്സരം നടക്കുന്നുണ്ട്. നല്ല മത്സരം നടക്കുന്നുണ്ട്. എന്നാലും ജയിക്കുന്നത് സണ്ണി ആകാൻ സാധ്യതയുണ്ട്. ചേട്ടാ 90% സണ്ണി ജോസഫ് MLA ജയിക്കും, ഉറപ്പ്. ഒരു മാറ്റമില്ല. കേരള സർക്കാർ ഒരുപാട് ആനുകൂല്യങ്ങളൊക്കെ പ്രഖ്യാപിച്ചു, ഒരുപാട് ഗുണങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും സണ്ണി ജോസഫിന് ഈ മേഖല, സണ്ണി ജോസഫിന് ഫുള്ള് സപ്പോർട്ടാണ്. അതാരൊക്കെ വിചാരിച്ചാലും മാറ്റാൻ കഴിയും. സണ്ണി ജോസഫിൻ്റെ മേഖല ആയതുകൊണ്ട്. അല്ലെങ്കിൽ സണ്ണി ജോസഫ് എവിടെ പോയാലും ജയിക്കണമെന്ന് ഉറപ്പൊന്നുമില്ല. പക്ഷേ ഈ മേഖല ഒന്നാമത്തെ അങ്ങനെ ഒരു മേഖലയാണ്. അവിടെ സണ്ണി ജോസഫ് കഴിഞ്ഞാൽ ഇവിടെ ഇനിയിപ്പം നരേന്ദ്രമോദി വന്നാലും ജയിക്കുകയില്ല. മനസ്സിലാവും. എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഇപ്പം പിന്നെ LDF 5 വർഷം കൂടി ഇരിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായത്തിൽ. എന്താ വെച്ചാൽ ഇപ്പോൾ അങ്ങനെയുള്ളത്, ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് എല്ലാം ശരിയാക്കി തരാമെന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ എല്ലാവർക്കും ശരിയാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഇത് ഒന്നെങ്കിൽ കോൺഗ്രസ് തന്നെ കൊണ്ടുപോകും, ഇപ്പോൾ ആര് കൊണ്ടുപോകുന്ന ഒരു മത്സരമായിട്ട് നിൽക്കുന്നു. നമ്മളെല്ലാവരും ഒറ്റ ഇതായിട്ടല്ല, അല്ല ആർക്കും ഒരു എതിരായിട്ടില്ല. ഇപ്പോഴത്തെ സാഹചര്യം അങ്ങനെ, മനുഷ്യ പണിയില്ല, ആകെ എന്താ പറയണ്ടേ, പട്ടിണി എന്ന് പറഞ്ഞ പോലെ ആയി. നമ്മൾ ഒന്നാമത്തെ സ്ഥലക്കച്ചവടമാണെങ്കിൽ ഇപ്പം സ്ഥലക്കച്ചവടം നടത്തുന്നില്ല. പിന്നെ ശരിക്കും ഒരു പണിയില്ല. ഈ ഇന്ത്യക്കാരെ തേച്ചും കയറ്റിയ പണി ആർക്കുള്ള മലയാളികൾക്ക് പണിയില്ല. ആ അവസ്ഥ ഇപ്പോൾ. പേരാവൂർ മണ്ഡലത്തിൽ ഇപ്രാവശ്യം ആര് വിജയിക്കുന്നു വിചാരിക്കുന്നത്? എനിക്കൊന്നും പറയാനില്ല. ടൈറ്റ് മത്സരമായിരിക്കും അല്ലേ? അപ്പോൾ പ്രതീക്ഷയില്ല. ഒരു പിടുത്തമില്ല, അങ്ങനെ ഒരു അഭിപ്രായമില്ല. നിലവിൽ പേരാവൂർ UDFന്റെ സിറ്റിംഗ് സീറ്റാണ്. ഈ പേരാവൂർ ഈ പ്രാവശ്യം ആര് ജയിക്കുന്ന വിചാരിക്കുന്നത്? ശൈലജ ടീച്ചർ ജയിക്കുന്ന ഉറപ്പ്. ശൈലജ ടീച്ചർ ജയിക്കും. ടീച്ചർ ജയിക്കും, തീർച്ചയായിട്ടും ജയിക്കും, ഉറപ്പാണ്. CPM ഭരണത്തിൽ തുടർക്കാഴ്ച ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നു. ശൈലജ ടീച്ചർ ജയിക്കും. ജയിക്കണം, ഉറപ്പാണ്. ഉറപ്പ്.
ഇപ്രാവശ്യം ആര് വിജയിക്കുന്നത് നിങ്ങളൊരു അഭിപ്രായം? ശൈലജ ടീച്ചർ ജയിക്കണമെന്നാണ്. ജയിക്കും, ഇപ്രാവശ്യം വിജയിക്കും. 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 പക്ഷേ നിലവിൽ UDF എന്ന് പറഞ്ഞാൽ പേരാവൂരിൻ്റെ സിറ്റിംഗ് സീറ്റാണ്. പേരാവൂർ സിറ്റിംഗ് സീറ്റാണ് UDF-ന്. അപ്പോൾ അവർ ജയിക്കോ? അത് നമുക്ക് പറയാനാവില്ല. നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്തായാലും LDF ജയിക്കും. പേരാവൂർ എന്ന് പറഞ്ഞാൽ UDF-ന്റെ സിറ്റിംഗ് സീറ്റാണ്. ആ പേരാവൂരിൽ ഇപ്രാവശ്യം ആര് ജയിക്കുമെന്നാണ് വിചാരിക്കുന്നത്? എനിക്ക് 99.99% ടീച്ചർ ജയിക്കുന്നതാണ്. ഉറപ്പാണ്. ഈ 15 കൊല്ലമായിട്ട് നിലവിൽ UDF ആണ് ഈ MLA ആയിട്ട് തുറന്നുകൊടുക്കുന്നത് പേരാവൂർ. ഞാൻ കുറേ നിരീക്ഷിച്ചതിൽ എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന ടീച്ചറിനാന്ന് തോന്നുന്നത്. ഒരു ഭരണമാറ്റമാണ് അവർ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും ഇപ്രാവശ്യം പേരാവൂർ ടീച്ചർ കൊണ്ടുപോകണം. പേരാവൂർ ഇപ്പോൾ ആര് ജയിക്കുന്നതാണ് നമുക്കൊന്ന് പറയാം. ശൈലജ ടീച്ചർ ഭൂരിപക്ഷത്തോടുകൂടി ജയിക്കും, ഉറപ്പാണ്. ഒരു മാറ്റവും ഇല്ല. പേരാവൂർ UDF-ന്റെ സിറ്റിംഗ് സീറ്റാണ്. അതിൻ്റെ ആളെ നോക്കൂ. ജനങ്ങൾ നിങ്ങൾ അന്യം നോക്കൂ. ഞാനാ നല്ല ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നുണ്ടെങ്കിൽ എന്നെ ജനങ്ങൾ ഇതാകും. എൻ്റെ കളറ് കണ്ടിട്ടോ എൻ്റെ തടി കണ്ടിട്ടോ എൻ്റെ മേന്മ കണ്ടിട്ടോ ഒന്നുമല്ല. ഉപകാരം ജനങ്ങൾക്ക് ആര് ചെയ്യുന്നോ അതായിരിക്കും ജയിക്കുക. ശൈലജ ടീച്ചറെ കാര്യത്തിൽ ജയിച്ചിരിക്കും, ഉറപ്പ്. ഈ പേരാവൂർ എന്ന് പറഞ്ഞാൽ UDF-ന്റെ സിറ്റിംഗ് സീറ്റാണ്. ആ സിറ്റിംഗ് സീറ്റിൽ ഇപ്രാവശ്യം ടൈറ്റ് മത്സരമാണ് നടക്കുന്നത്. ഒരു സംശയം നമുക്കില്ല. ചേട്ടൻ്റെ അഭിപ്രായത്തിൽ ഇപ്രാവശ്യം ആര് പിടിക്കും പേരാവൂർ? ശൈലജ ടീച്ചർ. ഉറപ്പാണ്. ഒരു മാറ്റമില്ല. ഒരു ടെൻഷനും കാര്യങ്ങളും ഇല്ല, ഒരു ടെൻഷനില്ല. അതെ, ഉറപ്പാണ്. എന്താ വെച്ചാൽ സണ്ണി ജോസഫിനെ പറ്റി പറയുകയാണെങ്കിൽ പേരാവൂർ നിയോജകമണ്ഡലത്തിൽ KP നൂറുദ്ദീൻ സാഹിബിനെ തോൽപ്പിച്ചത് സണ്ണി ജോസഫ് പാലം വിളിച്ചിട്ടാണ്. AD മുസ്തഫാനെ തോൽപ്പിച്ചത് സണ്ണി ജോസഫ് പാലം വിളിച്ചിട്ടാണ്. ഇതെല്ലാം ഈ സണ്ണി ജോസഫ് ആക്കിയത് K. സുധാകരനാണ്. അപ്പോൾ K. സുധാകരനെ കോൺഗ്രസിൻ്റെ KPCC പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും പാലം വിളിച്ചത് സണ്ണി ജോസഫാണ്. അതുകൊണ്ട് സണ്ണി ജോസഫിനെതിരായിട്ടുള്ള ഒരു അതിശക്തമായ വികാരം പേരാവൂരിലുണ്ട്. ആ വികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ശൈലജ ടീച്ചർ നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കും. ശൈലജ ടീച്ചർ പേരാവൂരിനെ സംബന്ധിച്ചോളം ഏറ്റവും നല്ല ഒരു സ്ഥാനാർത്ഥിയാണ്. ആർളം പാലം, ജബ്ബാർക്കടവ് പാലം, അങ്ങനെയുള്ള ജനങ്ങൾക്ക് അത്യാവശ്യമായിട്ടുള്ള പാലങ്ങൾ എല്ലാം നിർമ്മിച്ചു കൊടുത്ത ടീച്ചറാണ്. അതുകൊണ്ട് ടീച്ചർ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ ജയിക്കും എന്നാണ് എൻ്റെ UDF ആണ്. ആ UDF-ൽ കുറച്ചെങ്കിലും ഒരു ആശങ്ക ഉള്ളിലുണ്ടാവും. ആശങ്ക ഇവിടെ UDF ഭരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ UDF എന്ത് വികസനമാണ് ഇവിടെ നമ്മൾ ഇവിടെയുള്ള യുവാക്കൾക്കായിക്കോട്ടെ അല്ലെങ്കിൽ നാടിന് വേണ്ടിയിട്ട് എന്ത് വികസനമാണ് ഇവിടെ UDF കൊണ്ടുവന്നതെന്നുള്ളത് ആയിരിക്കും. അതായത് ഒരാൾക്കും തൊട്ട് കാണിക്കാനോ അല്ലെങ്കിൽ ചൂണ്ടിക്കാണിക്കാനോ പറ്റാത്ത കാര്യങ്ങളാണ്. അപ്പം നമ്മുടെ ഈ കേരളത്തിലെ മൊത്തം എടുത്തു നോക്കിയാൽ ഇടതുപക്ഷ സർക്കാർ വലിയ രീതിയിലുള്ള വികസനങ്ങൾ എല്ലാ മണ്ഡലങ്ങളിലും കൊണ്ടുവരുമ്പോഴും ഒരു തരത്തിലുമുള്ള ഇടപെടൽ പേരാവൂർ മണ്ഡലത്തിലുള്ള വോട്ടർമാർക്ക് വേണ്ടിയിട്ട് ഒരു തരത്തിലുള്ള ഇടപെടലും നടത്താത്ത ഒരു MLA ആണ് ഇപ്പോൾ നിലവിൽ UDF-ന്റെ MLA ആയിട്ട് സണ്ണി ജോസഫ് നിലനിന്ന് പോകുന്നത്. അപ്പം ആ ഒരു മാറ്റം ഇന്ന് മാറ്റം വന്നുകൊണ്ട് ടീച്ചറെ ഈ മണ്ഡലത്തിലേക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് നിയമസഭയിലേക്ക് അയച്ച് ഈ മണ്ഡലത്തെ മറ്റ് മണ്ഡലങ്ങളോട് താരതമ്യപ്പെടുത്താൻ പറ്റുന്ന രീതിയിൽ വലിയ രീതിയിലുള്ള വികസനങ്ങൾ ടീച്ചർ കൊണ്ടുവരണമെന്ന് ഇവിടെയുള്ള എല്ലാ മുഴുവൻ ജനങ്ങൾക്കും ഇപ്പം നിലവിൽ ഉണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ടീച്ചർ വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ ജയിക്കുന്നുള്ള കാര്യത്തിൽ വലിയ സംശയങ്ങളൊന്നുമില്ല. 10 വർഷത്തെ വികസനം തന്നെയായിരിക്കും LDF മുന്നോട്ട് വയ്ക്കുന്നത്. അതെ. നമ്മൾ ഈ ഇടതുപക്ഷ സർക്കാർ ഇപ്പം നിലവിൽ നിരവധിയാർന്ന പ്രവർത്തനങ്ങൾ ഇപ്പം എടുത്തു പോയിട്ടുണ്ട്. ആ പ്രവർത്തനങ്ങൾ ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ തുടർഭരണം അനിവാര്യമാണ്. ഇപ്പം UDF-ആണ് നിലവിൽ അധികാരത്തിൽ വരുന്നതെങ്കിൽ ഈ പറഞ്ഞ പ്രവർത്തനങ്ങളൊക്കെയും താറുമാറാകുന്ന ഒരു സ്ഥിതി ഉണ്ടാവുക. അതിനകത്ത് യാതൊരു മാറ്റവും ഉണ്ടാവില്ല. നമുക്ക് ഈ 10 വർഷങ്ങൾക്ക് മുന്നത്തെ കേരളം ഈ 10 വർഷങ്ങൾക്ക് ശേഷം ഇപ്പം നിലവിലുള്ള കേരളം നമുക്കൊന്ന് താരതമ്യപ്പെടുത്തിയാൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ എല്ലാ മേഖലയിലും വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ നമുക്ക് ഇപ്പം കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ ഈ വിദ്യാഭ്യാസ മേഖല ഉൾപ്പെടെ എടുത്ത് പരിശോധിച്ചാൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങളാണ് ആ വിദ്യാഭ്യാസ മേഖലയിൽ ഉൾപ്പെടെ ഉണ്ടായിട്ടുള്ളത്. അപ്പം ഇനി തുടർന്നും ഇടതുപക്ഷ സർക്കാർ തന്നെ വന്നിട്ടുണ്ടെങ്കിൽ മറ്റു രാജ്യങ്ങളോട് താരതമ്യപ്പെടുത്തുന്ന രീതിയിൽ നമുക്ക് ഈ കേരളത്തെ മാറ്റിയെടുക്കാൻ പറ്റുമെന്നുള്ള കാര്യത്തിലൊരു സംശയമില്ല. ഉറപ്പാണ്. ഇപ്രാവശ്യം ഇലക്ഷനിൽ ഇടതുപക്ഷം വിജയിക്കുന്ന ഉറപ്പാണ്. നിലവിൽ ഈ പേരാവൂർ എന്ന് പറഞ്ഞാൽ UDF-ന്റെ സിറ്റിംഗ് സീറ്റാണ്. അതെ, പറഞ്ഞത് കൊണ്ട് കാര്യമില്ല. ഇപ്പം ഇടതുപക്ഷത്തിൻ്റെ ഭരണം, അതായത് ഇപ്പോൾ സ്കൂളുകൾ കംപ്ലീറ്റ് ഹൈടെക്കായി. പിന്നെ മറ്റുള്ള റോഡുകളുടെ ഹൈവേ നോക്കിയാൽ ബാക്കിയുള്ള പെൻഷൻ UDF-കാർ 18 മാസം 20 മാസമൊക്കെ പെൻഷൻ കൊടുക്കാണ്ടിരുന്നില്ല. അത് 600 രൂപ.
ഇപ്പം പിണറായി വിജയൻ ഇവർ പറയും തറവാട്ടിൽ നിന്ന് കൊണ്ടുവന്നാണെന്നൊക്കെ ചോദിക്കും ഞങ്ങളെടുത്ത്. പക്ഷെ തറവാട്ടിൽ നിന്ന് കൊണ്ടുവന്നല്ല, കടം വാങ്ങിച്ചാലും ശരി കൊടുക്കുന്നില്ലേ. എല്ലാ വീടുകളിലും ഓരോ പ്രായമുള്ളവരുണ്ടാവും. എൻ്റെ വീട്ടിലില്ല, എന്നാലും തൊട്ടടുത്തുള്ള ഒരുപാട് വീടുകളിൽ പ്രായമുള്ളവരൊക്കെ ഉണ്ട്. അവർക്ക് 2000 വെച്ച് കൊടുക്കുന്നില്ലേ. പിന്നെ കുട്ടികൾക്ക് പഠിക്കാൻ ഇപ്പോൾ 1000 രൂപ വെച്ച് കൊടുക്കുന്നത്, അതൊക്കെ സർക്കാരിന് നേട്ടല്ലേ. അത് നമ്മളെന്തായാലും മറന്നുകൂടാ. നന്മ ആര് ചെയ്യുന്നോ അതിന് കൂടെ നിൽക്കണം. ഉറപ്പാണ്. പേരാവൂർ എന്ന് പറഞ്ഞാൽ UDF സിറ്റിംഗ് സീറ്റാണ്. ആ ഒരു സിറ്റിംഗ് സീറ്റിൽ ഇപ്രാവശ്യം ടൈറ്റ് മത്സരം നടക്കുന്നുണ്ട്. ഇപ്രാവശ്യം ആര് വിജയിക്കും? ഇപ്രാവശ്യം LDF വിജയിക്കും. ഉറപ്പാണ്. കാരണം 10 വർഷം കൊണ്ട് പിന്നെ സണ്ണി ജോസഫിന് ഇവിടെ ഇങ്ങനെ തേരാപ്പാര ഓടുന്നല്ലാണ്ട് ഒരു ജനകീയ പ്രവർത്തനവും നടത്തിയിട്ടില്ല. പിന്നെ ആർല ഫാമിലെ ആന ചവിട്ടിക്കൊന്ന സംഭവമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ശബ്ദമുയർത്തി പിന്നെ സണ്ണി ജോസഫാണ്. സണ്ണി ജോസഫ് അതിന് കാര്യമായിട്ടൊരു പ്രവർത്തനം നടത്തിയില്ല. സണ്ണി ജോസഫ് നടത്തി ആന ചവിട്ടി കൊന്നതിൻ്റെ പിറ്റേന്ന് ഒരു പത്രസമ്മേളനം വിളിച്ച് അത് സർക്കാരിനെ കുറ്റപ്പെടുത്തുക എന്നല്ലാണ്ട് ഒരു MLA എന്ന നിലയിൽ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാൻ സണ്ണി ജോസഫ് പരാജയപ്പെട്ടിട്ടുണ്ട്. അത് ഈ നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം. അതുമാത്രമല്ല ബാക്കിയുള്ള എല്ലാ മണ്ഡലം, തൊട്ടടുത്ത മട്ടന്നൂർ മണ്ഡലമായാലും അതിൻ്റെ അപ്പുറത്തെ ബാക്കി കൂത്തുപറമ്പ് മണ്ഡലങ്ങളിലെല്ലാം വികസനം നല്ലോണം വരുമ്പോൾ ഈ പേരാവൂർ മണ്ഡലത്തിൽ മാത്രം അങ്ങനെ കാര്യമായൊരു സംഭവം കൊണ്ടുവരാൻ സണ്ണി ജോസഫിന് കഴിഞ്ഞിട്ടില്ല. അത് സണ്ണി ജോസഫിൻ്റെ ആ പ്രവർത്തനത്തെ 10 വർഷത്തെ പ്രവർത്തനത്തെ ശരിക്കും ബാധിക്കുകയും ചെയ്യും. ഇപ്രാവശ്യം എന്തായാലും LDF വേണ്ടിയിട്ട് വന്ന ഷൈല ടീച്ചർ വൻ ഭൂരിപക്ഷത്തോടെ വിജയിക്കുകയും ചെയ്യാൻ അതിൽ ഉറപ്പാണ്, ഒരു സംശയമില്ല. ജനങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കേട്ടു. ഇരിട്ടിയിലെ ജനങ്ങളുടെ അഭിപ്രായം അവർ കൂടുതലായിട്ടും LDF അനുകൂലിക്കുന്നവരാണ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ 10 വർഷത്തെ വികസനം തന്നെയാണ് LDF മുന്നോട്ട് വെച്ചിട്ട് ഈ പ്രാവശ്യത്തെ ഇലക്ഷനെ നേരിടുന്നത്. എന്നാൽ പക്ഷേ അതിനുപരി ഈ പേരാവൂർ മണ്ഡലം എന്ന് പറഞ്ഞാൽ UDF സിറ്റിംഗ് സീറ്റാണ്. ആ സിറ്റിംഗ് സീറ്റിൽ LDF നല്ല സ്വാധീനം ഈ പ്രാവശ്യം ചെലുത്തുന്നുണ്ട് എന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ്. എന്തറിഞ്ഞാലും നമുക്ക് ഈ പ്രാവശ്യം ആര് വിജയിക്കും എന്നതിൽ ഒരു ക്ലാരിറ്റിയും കിട്ടിയില്ല. എന്തായാലും അത് കണ്ടറിയേണ്ടതുണ്ട്. ഇരിട്ടിയിലെയും അഭിപ്രായം നിങ്ങൾ കണ്ടതാണ്. ഇനിയും അഭിപ്രായങ്ങൾ നമുക്ക് അറിയേണ്ടതൊക്കെ ഉണ്ട്. എന്തായാലും ക്യാമറ പേഴ്സൺ ജിതിനൊപ്പം അതുൽ ബ്ലാത്തൂർ, ഏജാനറ്റ്.